ഹായ് ഗൈസ്, നമ്മുടെ അടുത്ത് നിന്നുള്ളത് ഹോണ്ട ഷൈനാണ്. 8 മാസമായിട്ട് സൈഡായ വണ്ടിയാണ്. നമ്മളത് ഫുള്ള് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുത്താണ്. 8 മാസമായിട്ട് സ്റ്റാർട്ടാതിരിക്കുകയാണ്. എൻജിൻ സൗണ്ട് കൊണ്ട് സൈഡാക്കിയ വണ്ടിയാണ്. എൻജിനൊക്കെ കണ്ടാൽ തന്നെ അറിയാം, മഴയത്തിരുന്ന വണ്ടിയാണ്. അത് മൊത്തം എൻജിനും പണിയുണ്ടോ നോക്കിയിട്ട് അതും സെറ്റ് ചെയ്ത് വണ്ടി മൊത്തം റീസ്റ്റോർ ചെയ്യാനുള്ള പരിപാടിയാണ്. നമ്മൾ പുറകിലെ ഡ്രമ്മൊക്കെ ഊരി കളഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പാട് കടിച്ചിരിക്കുമായിരുന്നു. പാടല്ല, ഷൂ ഇവിടെ ഇരുന്നിരുന്നിരുന്ന് അത് ബ്രേക്ക് ജാം ആയിട്ടിരിക്കുകയായിരുന്നു. അത് കാരണം നമ്മൾ അത് ഊരി വണ്ടി കൊണ്ടുവരാൻ വേണ്ടി അത് ഊരി കളഞ്ഞില്ല, ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ കണ്ടാൽ തന്നെ അറിയാം, നല്ല തുരുമ്പും കാര്യങ്ങളും ഉണ്ട്. വണ്ടി മൊത്തം ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നിലവിൽ റണ്ണിങ് കണ്ടീഷൻ അല്ല, റണ്ണിങ് കണ്ടീഷൻ ആക്കി എൻജിൻ സൗണ്ട് ക്ലിയർ ചെയ്ത് വണ്ടി ഫുള്ള് പെയിന്റ് അടിച്ച് സ്റ്റാർട്ടറും റിലേയും ഒന്നും വർക്കിംഗ് അല്ല. ഹെഡ്ലൈറ്റും ഇതൊന്നും വർക്കിംഗ് അല്ല. ഹെഡ്ലൈറ്റ് എന്തോ വർക്കിംഗ് ആണ്, ഹോണും കാര്യങ്ങളൊന്നും വർക്കിംഗ് അല്ല. അതെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. എന്തായാലും പാർട്ടായിട്ടായിരിക്കും ഇറക്കുന്നത്. ഒരു 2-3 പാർട്ടിനുള്ളിൽ തീർക്കുന്നതായിരിക്കും. എന്തായാലും മാക്സിമം നമുക്ക് സ്പീഡായിട്ട് തന്നെ ചെയ്യാം. എന്നാൽ അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഇപ്പോൾ കറണ്ട് കണ്ടീഷൻ. മൊത്തം ചെളിയും കാര്യങ്ങളുമായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ സൈഡ് പാനലും ചെയിൻ കവറും അതും ഇതും എല്ലാം ഊരി നൈസായിട്ട് സ്റ്റാർട്ടാക്കാനുള്ള പരിപാടി നോക്കാം. ഇതാണ് ചെയിൻ്റെ കണ്ടീഷൻ. ഫുള്ള് തുരുമ്പടിച്ച് നശിച്ചിട്ടുണ്ട്. ആണ് അതിൻ്റെ കവറ്. ഇത് മെറ്റല, ഇത് ഫൈബറാണ്. ഇതിൻ്റെ നല്ല ചെളിയുണ്ട്. അപ്പോൾ അങ്ങനെ നൈസായിട്ട് ഇത് ഈ കവറും കൂടെ, ചെയിൻ കവറും കൂടെ അഴിച്ചിട്ട് ഇവിടെ ഒരു നട്ടുണ്ട്, അത് ഊരി എടുത്ത് കഴിഞ്ഞാൽ ഈ കിറ്റിങ് ഊരിപ്പോരും. ഇവിടെ ഒരു പ്രസ് ലോക്കും, ഇവിടെ ഒരു ഈ 12 വോൾട്ട് അഴിച്ചെടുത്താൽ നമുക്ക് ഈ ടാങ്ക് ഊരി എടുക്കാം. ഒരു റിങ് വെച്ച് പിടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതിങ്ങനെ തട്ടി 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 ഊരണം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതിങ്ങനെ നൈസായിട്ട് ഊരിപ്പോരും. ഈ ടാങ്ക് നമുക്ക് കണക്ഷൻ പിടിപ്പിച്ചിട്ട് ടാങ്ക് ഊരി എടുക്കാം. ഞാൻ മേളിലോട്ട് പിടിച്ചിട്ട് പൊക്കിയാൽ മതി. പിന്നെ ഇതിൻ്റെ ഇതിങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് വലിച്ചാൽ മതി. ബാറ്ററി തന്നെയാണ്, നമുക്ക് റീചാർജ് ചെയ്യാൻ കൊടുത്തേക്കാം. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇതാണ് കാർബറേറ്ററിൻ്റെ കണ്ടീഷൻ. മൊത്തം ചെളിയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്തായാലും എയർ ഫിൽറ്റർ ബോക്സ് അഴിച്ചു നോക്കാം. അപ്പം എന്തായാലും പോയി കാണാം പഴയ എയർ ഫിൽറ്റർ. നമുക്ക് അതുകൊണ്ട് ഓപ്പണായിട്ട് തന്നെ സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കാം. ഇവിടെ 4 നട്ടുണ്ട്. അത് ഊരി എടുത്താൽ നമുക്ക് ഈ എയർ ഫിൽറ്റർ ബോക്സിൻ്റെ കവർ ഊരി എടുക്കും. ആദ്യം നമുക്ക് പാഡിങ് ഊരി എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ പാഡിങ്ങിൻ്റെ കണ്ടീഷൻ ഇതാണ്. നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് സൂക്ഷിച്ചെടുക്കണം. നട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ പാടാം. ഇതാണ് കവറിൻ്റെ കണ്ടീഷൻ. അതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാ വണ്ടിക്കും ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിട്ട് 8 മാസം ഇരുന്നതിൻ്റെ ഒരു ഇതുണ്ട്. ഇതിനകത്ത് ഏതാണ്ട് ഇലയും കാര്യങ്ങളൊക്കെയാണ്. ഇത് പൊടി പിടിച്ച എൻ്റെ സീനാണ്. വേറെ ഇവിടെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വെള്ളം ഇറങ്ങിയൊരു ഇതൊന്നുമില്ല. ഈ ബോക്സ് അടിക്കണമെങ്കിൽ ഇവിടെ ഒരു 10 നട്ടുണ്ട്. അത് ഊരി എടുക്കാം. ഈ നട്ടോട് ഊരി എടുത്താൽ ബാറ്ററി ബോക്സിൻ്റെ കവറിങ് ഊരി വരും. അല്ല, ബാറ്ററിയുടെ കവറിങ് ഊരി വരും. അങ്ങനെ ബാറ്ററി ബോക്സ് ഊരി വന്നിട്ടുണ്ട്. വേറെ തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്താണെങ്കിലും ഇത് ഊരി എടുക്കാം.
കാർബറേറ്ററിൻ്റെ അവിടുത്തെ കണക്ഷൻ ഊരി വിട്ടിട്ടുണ്ട് ഇവിടെ. ഇതിന് സുഖമായിട്ട് ഇങ്ങനെ ചിരിച്ച് അപ്പുറത്തോട്ട് ഊരി എടുക്കാനുള്ളതേ ഉള്ളൂ. എയർ ഫിൽട്ടർ ബോക്സ് ആണിത്. ഈ ബോക്സ് അത്യാവശ്യം എല്ലാ വണ്ടിക്കുള്ള പോലെ തന്നെ ഉള്ളൂ. ചെളിയും കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ട കാര്യമുള്ളൂ. വേറെ പ്രശ്നങ്ങളും പൊട്ടലും കാര്യങ്ങളൊന്നുമില്ല. മാറ്റി വെക്കാം. കാർബറേറ്റർ ഇപ്പോൾ സ്റ്റക്കാണ്. നമ്മളിപ്പോൾ കേബിൾ അടിച്ച് നൈസായിട്ട് ഊരി ക്ലീൻ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ച് പിടിപ്പിച്ച് സ്റ്റാർട്ടാക്കാം. ചോക്ക് കേബിൾ ഊരിടാം. ഒരു 14-ൻ്റെ ഡബിൾ എൻഡ് മതി. ഓൾറെഡി ഊരിയിട്ടുണ്ട്. നൈസായിട്ട് ഇത് പൊക്കി എടുക്കേണ്ട കാര്യമുള്ളൂ. വലിയ കുഴപ്പമില്ല. മാറ്റി വെക്കാം. കാർബറേറ്റർ ഊരി എടുത്തിട്ടുണ്ട്. ഈ കണക്ഷനും പിടിച്ച കാർബറേറ്ററിങ് പോരും. അതെന്തോ വെളുത്തിരിപ്പുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് എന്താണെന്ന് നോക്കാം. ഇത് ഇവിടെ ഉണ്ട്. നല്ലപോലെ സ്റ്റക്കാണ്. ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് സ്റ്റാർട്ട് ആക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇൻടേക്ക് മാനിഫോൾഡ് അഴിച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ നിറച്ചും എന്തോ ഒരു വെള്ള സാധനം ഇങ്ങനെ. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. ഇത് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ നമ്മൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ പോകണം. കാർബറേറ്റർ അങ്ങനെ അടിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി നൈസായിട്ട് കറണ്ടിൻ്റെ പരിപാടി നോക്കാം. കോഡ് വയർ ഒന്ന് നൈസായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. ഇത്ര നാൾ ഓടാതിരുന്നുകൊണ്ടാണ്. പ്ലഗ് അഴിച്ച് നൈസായിട്ട് കുറച്ച് ഓയിൽ സിലിണ്ടറിനകത്ത് ഒഴിക്കണം. പ്ലഗ് അഴിക്കാനുള്ള പരിപാടി നോക്കാം. ഒരു ലോങ് ബോക്സ് ഉപയോഗിച്ച് നൈസായിട്ട് പ്ലഗ് ഊരി എടുക്കാം. പിന്നെ ഇതിപ്പോൾ സ്റ്റാർട്ടായിട്ടുള്ള എഞ്ചിനല്ല. സ്റ്റാർട്ടായിട്ട് മീൻസ് ഓടി വന്ന എഞ്ചിനിൽ നിന്ന് പെട്ടെന്ന് ഊരരുത്. നമ്മളെപ്പോഴും എഞ്ചിൻ കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ട് പോയി ഊരാവുള്ളൂ. എന്നാൽ അല്ലെങ്കിൽ ത്രെഡ് കട്ടാവും. എന്നാലും നമുക്ക് പയ്യെ തിരികെ. ഇതിപ്പോൾ ഇരുന്നുകൊണ്ട് ചിലപ്പം ഒടിയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കുറച്ച് പയ്യെ തിരിച്ച്. ഇതാണ് പ്ലഗിൻ്റെ കണ്ടീഷൻ. സിലിണ്ടറിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. ഇതിനകത്ത് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. ഇത് പെട്രോളല്ല, ഇത് വെള്ളമാണ്. ഇൻടേക്ക് വഴി വെള്ളം കയറിയിട്ടുണ്ട്. അത് കാരണം ഇനിയിപ്പോൾ നമ്മൾ ഹെഡ് അടിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിസ്റ്റണൊക്കെ ഡാമേജ് ആവും. അല്ലാതെ സ്റ്റാർട്ടാക്കാൻ നോക്കിയാൽ റിങ്സ് ചിലപ്പോൾ പോവായിരിക്കും. റിങ്സ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സിലിണ്ടർ ബോർ ചെയ്ത് വേറെ പിസ്റ്റൺ ഇടണം. എന്നാണെങ്കിലും ഇപ്പോൾ ഹെഡ് അടിക്കേണ്ടി വരും. സ്പാർക്ക് പ്ലഗിൽ നിന്ന് ഇങ്ങനെ വെള്ളം കിട്ടണമെങ്കിൽ അത് ഉറപ്പായിട്ടും വെള്ളം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. നമുക്ക് എന്താണല്ലോ അപ്പം ഹെഡ് അടിക്കണം. അല്ലാതെ ഇനിയിപ്പോൾ കാർബറേറ്റർ കൂടി സ്റ്റാർട്ടാക്കിയിട്ടും കാര്യമില്ല. എന്താണല്ലോ ഹെഡ് അടിക്കണം. നമുക്കെന്നാൽ പിന്നെ ഹെഡ് അടിക്കാനുള്ള അടുത്ത പരിപാടി നോക്കാം.